ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഹോം ടൂറാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീട്ടിലായിട്ട് കയറാം. പിന്നെ ഇതൊരു മാവാണ് ഇവിടെ വെച്ചേക്കണത്. ഞാൻ ജനിക്കണതിന് മുമ്പുണ്ട് ഈ മാവ്, ഭയങ്കര വലുതായി. പിന്നെ അത് കുളം, സൈക്കിള് എങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട്, കാണിച്ചത്. ഇനി ഇവിടെ ഇത് ഗൈസ് വെള്ളം വിടുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, വെള്ളം മഴ ചെയ്ത് കാരണം ഫുള്ള് വെള്ളമായി കിടക്കണേ ഗൈസ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ ബാക്കി ഇവിടെയൊക്കെ ഉണ്ട്. ഇതാണ്ട ഇതവിടെ തൂക്കിയിരുന്നത്, ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നിട്ട് നേരെ ഇങ്ങനെയാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണനെ കാണാതെ കൃഷ്ണൻ. പിന്നെ ഉള്ളതൊക്കെ ഇതൊക്കെയാണ് പൊക്കത്ത് അങ്ങനെ. എന്നിട്ട് മഴവെള്ളം ഇങ്ങോട്ട് വീഴും. അടിയിലൊരു ബുദ്ധുണ്ട് ഗൈസ്. അപ്പം അപ്പുറത്ത് കുറച്ച് സാധനം ഉണ്ട്. പിന്നെ അച്ഛനിട്ട ട്രോഫീസാണിത്. പിന്നെ അങ്ങോട്ട് നമുക്കാദ്യം പൊക്കത്ത് പോകാൻ പറ്റില്ല. വീടിൻ്റെ പൊക്കത്ത് വന്ന് നമുക്ക് ഈസിയാണ് ഗൈസ്. അപ്പോൾ പൊക്കത്തെത്തിയിട്ടാണ് ഗൈസ് അമ്മ ഇവിടെ എത്തി. ഇത് ഗൈസ് വരുന്നത് ഗൈസ്. ഗൈസ് എവിടെ നിന്ന് വരുന്നത് ഗൈസ്? ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ വെറുതെ പറഞ്ഞാൽ അത് ഞങ്ങളുടെ വരുന്നതാണ് ചക്കീൻ്റെ പേര്. വരാതിരിയടി ചക്കി. പിന്നെ ഇത് ഫുള്ള് സ്ഥലം ഇപ്പം നല്ല മഴക്കാറാണ് ഗൈസ്. കണ്ട പൊക്കത്താട്ടിയർക്ക് ഇങ്ങനെ സാധാരണ ഇല്ല വീട്ടിലെ പോലെ തുണി പിടിച്ചിരുന്ന സ്ഥലം. പിന്നെ ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ കാണാം. കണ്ട പിന്നെ ഇത് അത് ലയിക്കൻ്റെ കൂടാണ് ഗൈസ് ഞങ്ങൾ പട്ടീൻ്റെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഫുള്ള് ചന്ദിരൂര്. ഇത് ഞങ്ങളുടെ വീട്, അത് കായൽ. എന്ന് വെച്ചാൽ ഇത് ഒരു സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ചാണ്. ഇതിനകത്ത് മീനുണ്ട്. ഇത് പൂട്ട് വെച്ചാണ്. അത് കണ്ട അതെല്ലാം ഉള്ള കാരണം പറ്റുമെന്ന് നമുക്ക് സൂം പോലെ ഉള്ള കാരണം. അവിടെ ഒരു സാധനമുണ്ട്, അവിടെ നിന്നാണ് വെള്ളം ഇങ്ങോട്ടും അങ്ങോട്ടും വീണത്. പിന്നെ അവിടെ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഉണ്ട് ഗൈസില്ലേ. ഗൈസിന് വഞ്ചി വന്നു പൈതല വേണ്ട ഗൈസ്. അപ്പം ഫുള്ളാണ്. പിന്നെ അവിടെ കാണാൻ പറ്റുമെന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ രീതിയിൽ കണ്ട അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ട്, കുറേ പാമ്പുണ്ട്. അത് ഞാൻ കണ്ടതാണ് ഗൈസപ്പ. തിരിച്ച് കണ്ട ഫുള്ള് കാടാ. ഡേക്കൻ്റെ കൂടെ അങ്ങനെ വെച്ചേക്കണം. ഞാൻ നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ വെച്ചേക്കണമെന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ അടിച്ചോളാൻ അതിൻ്റെ കൂട്ടിലാട്ട കാരണം. പിന്നെ ഇതാണ് സ്ഥലം. ഇനി വേറൊരു വ്ളോഗ് തന്നെ ആയിരിക്കും ഗൈസ്. അപ്പം ഇന്നത്തേക്ക് ടാറ്റാ ബൈ ബൈ.